100 വർഷം യൂറോപ്യൻസ് ഇന്ത്യ അടക്കി ഭരിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ അംഗീകരിക്കാനും ഇന്ത്യ ഒരു വലിയ ശക്തിയാണെന്ന് സമ്മതിക്കാനും നേരത്തെയൊക്കെ യൂറോപ്യൻസിന് വലിയ മടിയുണ്ടായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ മാറ്റങ്ങളിലൊന്ന് യൂറോപ്പ് ഇന്ത്യയുടെ വളർച്ചയും ശക്തിയും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. യൂറോപ്പിനെ പോലെ തന്നെ ഇന്ത്യയുടെ സൈനികവും സാമ്പത്തികവുമായ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള, അതിനെ അംഗീകരിക്കാൻ മടി കാട്ടാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു: മറ്റു പലയിടങ്ങളിലും യഹൂദ രാഷ്ട്രത്തിന്റെ നിയമസാധുതയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇസ്രായേലിനോട് അങ്ങേയറ്റം ഭ്രാന്തമായ സ്നേഹം പുലർത്തുന്ന ഒരു മഹാശക്തിയാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു അഭിമുഖത്തിൽ വിശേഷിപ്പിച്ചത്. വ്യാഴാഴ്ച ജോർദാൻ താഴ്വരയിൽ നടന്ന ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ സംസാരിക്കവേ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും നയതന്ത്ര പങ്കാളിത്തം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ വളരുന്ന അന്താരാഷ്ട്ര പങ്കാളിത്തത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് നെതന്യാഹു ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചത്. പശ്ചിമേഷ്യയിലെ അസ്ഥിരമായ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. ഒന്നിലധികം മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികൾക്കപ്പുറമുള്ള പങ്കാളികളുമായിട്ട് ബന്ധം ശക്തമാക്കാൻ രാജ്യം ശ്രമിക്കുകയാണ്. ഗവൺമെന്റ് പ്രസ് ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നെതന്യാഹു ഇപ്രകാരം പറയുന്നത് വ്യക്തമാണ്: ഞങ്ങളുടെ സഖ്യങ്ങൾ വിപുലീകരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതും ഈ സഖ്യങ്ങൾ ഒരു വലിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ആ വലിയ തലം എന്നത് ഇന്ത്യ എന്ന മഹാശക്തിയുമായിട്ടുള്ള ഞങ്ങളുടെ അതുല്യമായ ബന്ധമാണ്. ഇന്ത്യയെ മഹാശക്തി എന്ന് തന്നെയാണ് അവിടെ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഓർക്കുക, ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു രാജ്യമാണ്. ആ ഇസ്രായേൽ ഇന്ത്യയെ കാണുന്നത് ഒരു മഹാശക്തിയായിട്ടാണ്. മാത്രമല്ല, ഇസ്രായേലിനെതിരെയുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങളെ കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞാനിത് പറയാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ നിയമസാധുതയില്ലാത്ത അവസ്ഥ നേരിടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ ഇസ്രായേലിനോട് അങ്ങേയറ്റം ഭ്രാന്തമായ സ്നേഹമുണ്ട്. ശരിക്കും ഭ്രാന്തമായ സ്നേഹം. മറ്റെവിടത്തേക്കാളും കൂടുതൽ ഫോളോവേഴ്സ് എനിക്ക് ഇന്ത്യയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള തന്റെ വ്യക്തിപരമായ സൗഹൃദത്തെക്കുറിച്ചും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ കരുത്തിനെ കുറിച്ചും നെതന്യാഹു പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുൻപ് നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ അതിശക്തമായ രാജ്യമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നു വരുന്ന സഹകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇതുപോലെ ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരി. ഇന്ത്യയുടെ ശക്തിയും ആഗോള പ്രാധാന്യവും ഒക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് നെതന്യാഹു. യൂറോപ്യൻ രാജ്യങ്ങൾ സമീപകാലത്താണ് ഇന്ത്യയെ ഉൾക്കൊണ്ട് തുടങ്ങിയത്, അംഗീകരിച്ചു തുടങ്ങിയത്. അവരുടെ പ്രശ്നം പണ്ട് അവരുടെ ഒരു കോളനി ആയിരുന്ന രാജ്യം അവരെക്കാൾ വലിയൊരു പവറായിട്ട് മാറുന്നു എന്നത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സില്ലാത്തതാണ്. എന്നാൽ ഇസ്രായേലിനും റഷ്യയ്ക്കും അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയുമായിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും മോശം കാലത്ത് ജൂതന്മാർക്ക് അഭയം കൊടുത്ത് ഈ നാട്ടിലെ മനുഷ്യരുടെ എല്ലാ അവകാശങ്ങളും കൊടുത്ത് അവരെ സംരക്ഷിച്ച ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും റഷ്യയുമായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്തിട്ടില്ല, ചെയ്യേണ്ടി വന്നിട്ടില്ല. യൂറോപ്യൻസ് ചെയ്ത പോലെ റഷ്യ ഇന്ത്യയെ കോളനിയാക്കിയിട്ടുമില്ല. അപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തികച്ചും സവിശേഷമായ ബന്ധമാണ്. എന്നാൽ യൂറോപ്യൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഉള്ള യൂറോപ്യൻസ് അടക്കം അവരുടെ പൂർവികർ ഇന്ത്യയെ കോളനിയാക്കിയിട്ട് ഭരണം നടത്തിയവരാണ്. ഇനി അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ വളരെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരും ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു വന്നിട്ടുള്ളവരാണ്. ചൈന 62 വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 62ലെ യുദ്ധമാണ് ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത്. അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് നിരന്തര പ്രശ്നങ്ങളിലാണ്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയുമായിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ചരിത്രത്തിൽ. ഇപ്പോൾ ഈ ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുമായിട്ട് യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ യൂറോപ്യൻസും ചൈനക്കാരും അമേരിക്കക്കാരും ഒക്കെ ഇന്ത്യയുമായിട്ട് പല രൂപത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായിട്ട് ഒരു കാലത്ത് ഇന്ത്യക്കാരും വിശ്വസിക്കില്ല. പക്ഷേ ഇസ്രായേലിനും അതുപോലെ തന്നെ റഷ്യയ്ക്കും ഇന്ത്യയിലുള്ള പിന്തുണയുടെ കാര്യം എന്താണ്? നമ്മളെ ആപത് ഘട്ടത്തിൽ അവർ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യ വളരെ ശക്തി കുറഞ്ഞ ഒരു രാജ്യമായിരുന്നു. ഇന്ന് ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ടും ഇന്ത്യയെ നമ്മുടെ മോശം അവസ്ഥയിൽ സഹായിച്ച രാജ്യങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നന്ദിയോടെ അത് സ്മരിക്കുന്നു. അതാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നെതന്യാഹുവും പുടിനും അടക്കമുള്ള ഭരണാധികാരികൾ ഇന്ത്യയെ ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തുന്നതിന്റെ കാരണവും നമ്മുടെ ആ ഒരു നിലപാടുകൾ തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.